Hello everyone, welcome to our channel Biochem Mentor. I am Nasia. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ സയന്റിഫിക് ഓഫീസർ എന്ന എക്സാമിന്റെ സിലബസ് പ്രകാരം ബയോകെമിസ്ട്രി എന്ന പാർട്ടിലെ മൊഡ്യൂൾ 1ലെ ഫസ്റ്റ് ടോപ്പിക്കായ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. MCQ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സിലബസ് പഠിച്ചു തീർക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, carbohydrates are also known as dash. Option A, hydrates of carbon. Option B, carbonates. Option C, glycolipids. And option D, polysaccharides. Your right answer, option A, hydrates of carbon. Mostly, carbohydrates contain hydrogen and oxygen in the same ratio as in water. Hence, it is called hydrates of carbon. Okay. So, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. അപ്പൊ അതിന്റെ റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. മോസ്റ്റ്ലി കാർബോഹൈഡ്രേറ്റ്സ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ സെയിം റേഷ്യോ ആസ് ഇൻ വാട്ടർ. സോ കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CH2ON. ഈ ഒരു ജനറൽ ഫോർമുല. അപ്പൊ ഇത് പ്രകാരം ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, which contain hydrogen and oxygen in the same ratio as in water. Hence, it is also called the hydrates of carbon. Second question, class of carbohydrate which cannot be hydrolyzed further is known as option A, disaccharides, option B, polysaccharides, option C, proteoglycan, and option D, monosaccharides. Okay, your right answer, option D, monosaccharides. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്ലാസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് കനോട്ട് ബി ഹൈഡ്രോലൈസ്ഡ് ഫർദർ. മോണോസാക്രൈഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇനി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത് രണ്ട് മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈസാക്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ഇനി പോളിസാക്രൈഡ്സ് ആണെങ്കിലോ, പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ പോളി, ഈ വേർഡ് തന്നെ ഉണ്ട് പോളി. പോളി മീൻസ് എന്താണ്? കുറേ സാക്രൈഡ്സ്, അതായത് കുറേ മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിസാക്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മോണോസാക്രൈഡുകളെ കുറിച്ച് പഠിക്കാം. മോണോസാക്രൈഡ്സ് ആർ സിംഗിൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ യൂണിറ്റ്. ഒരു കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അതിനകത്ത് മസ്റ്റ് ആയിട്ടും ഉള്ള ഒരു ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മസ്റ്റ് ആയിട്ടും അതിനകത്ത് ഉണ്ടാകും. സോ മോണോസാക്രൈഡ്സ് ആർ സിംഗിൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ യൂണിറ്റ്. ദീസ് ആർ സിമ്പിൾ ഷുഗേഴ്സ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സിനെയാണ് മോണോസാക്രൈഡ് എന്ന് പറയുന്നത്. വിച്ച് കനോട്ട് ബി ഹൈഡ്രോലൈസ്ഡ് ഫർദർ ഇൻ എ സിംപ്ലർ ഫോം. എക്സാമ്പിൾ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാനോസ്, റൈബോസ്, ഗ്ലിസറാൾഡിഹൈഡ്. ഓക്കെ, മോണോസാക്രൈഡുകൾക്ക് എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാനോസ്, റൈബോസ്, ഗ്ലിസറാൾഡിഹൈഡ്സ്. ഓക്കെ, സോ ഗ്ലൂക്കോസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസിനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതുപോലെ ഫ്രക്ടോസിനാണെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ഗാലക്ടോസ്, മാനോസ്, റൈബോസ്. റൈബോസ് നമ്മുടെ DNA പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ മോളിക്യൂൾ ആണ് റൈബോസ് എന്ന് പറയുന്നത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണല്ലോ DNA എന്ന് പറയുന്നത്. ദെൻ ഗ്ലിസറാൾഡിഹൈഡ്, 3 കാർബൺ ആറ്റം പ്രസന്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ് ആണ് ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്നത്. Monosaccharides are also called the simple sugars because they are soluble in water and sweet to taste. So, മോണോസാക്രൈഡുകളുടെ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ദേ soluble in water and sweet to taste. നമ്മൾ ഷുഗേഴ്സ് പോലെ തന്നെ വാട്ടറിൽ soluble ആയിരിക്കും, മാത്രമല്ല സ്വീറ്റ് ടേസ്റ്റും ആയിരിക്കും. Third question, all the following are composed exclusively of glucose except option A, glycogen, option B, starch, option C, lactose, and option D, maltose. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, lactose. Okay, so lactose contain glucose and galactose. So ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? All the following are composed exclusively of glucose.
സോ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൊണ്ട് മാത്രമാണ് ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, മാൾട്ടോസ് ഇതൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. കുറെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഗ്ലൈക്കോജനും സ്റ്റാർച്ചും മാൾട്ടോസും ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. മാൾട്ടോസിൽ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ് ഉള്ളത്. എന്നാൽ ലാക്ടോസ് contain glucose and galactose. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത്, ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ്സ് ആണ്. സോ എന്താണ് ഡൈസാക്കറൈഡ്സ് എന്ന് പഠിക്കാം. Disaccharides are a type of carbohydrate formed when 2 monosaccharides or simple sugars are joined by a glycosidic linkage. Okay, so 2 simple sugars അല്ലെങ്കിൽ 2 monosaccharideകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈസാക്കറൈഡ്സ് ഫോം ചെയ്യുന്നത്. ഈ 2 monosaccharideകളെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന, യോജിപ്പിക്കുന്ന ആ ബോണ്ടിന്റെ പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഓർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഓർത്ത് വെക്കുക. കാർബോഹൈഡ്രേറ്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ള ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഓർ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. They are soluble in water and also known as double sugars. Disaccharides എന്ത് ചെയ്യും, വാട്ടറിൽ soluble ആണ് and also known as double sugars. 2 monosaccharides പ്രസന്റ് ആയതുകൊണ്ട് തന്നെ also known as double sugars. Example include sucrose. ഇപ്പൊ ഡൈസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് സൂക്രോസ്, made up of glucose and fructose. സൂക്രോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, അതിനകത്ത് 2 മോണോസാക്കറൈഡ്സ് പ്രസന്റ് ആയിരിക്കും. സൂക്രോസിൽ പ്രസന്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡുകൾ ഏതൊക്കെയാണ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ആൻഡ് സൂക്രോസ് ഈസ് ഓൾസോ നോൺ ആസ് ടേബിൾ ഷുഗർ, ഇൻവേർട്ട് ഷുഗർ. ഓക്കെ, ടേബിൾ ഷുഗർ ആൻഡ് ഇൻവേർട്ട് ഷുഗർ. ഇൻവേർട്ട് ഷുഗർ ഇത് ഓർത്ത് വെച്ചോളണം. ഇത് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു ടേം ആണ് ഇൻവേർട്ട് ഷുഗർ. സൂക്രോസിന് പകരം ഇൻവേർട്ട് ഷുഗർ എന്ന് കൊടുക്കും. The next disaccharide is lactose, made up of glucose and galactose. Also known as milk sugar. മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാന്ന് പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ലാക്ടോസ്, മിൽക്ക് ഷുഗർ. ലാക്ടോസ് ഈസ് ഓൾസോ നോൺ ആസ് മിൽക്ക് ഷുഗർ. നെക്സ്റ്റ് വൺ മാൾട്ടോസ്, made up of 2 glucose molecules. 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് മാൾട്ടോസ് ഫോം ചെയ്തിട്ടുള്ളത്. ലാക്ടോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്, സൂക്രോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. Fourth question, when all the monosaccharide in a polysaccharide are same type, such a type of polysaccharide is called a dash. Option A, glycogen. Option B, homoglycan. Option C, heteroglycan. And option D, oligosaccharides. Your right answer, option B, homoglycan. Homoglycan is a polysaccharide where all the monosaccharides are same type. ഹോമോഗ്ലൈക്കനിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ മോണോസാക്കറൈഡുകളും എന്തായിരിക്കും, ഒരേപോലെയുള്ളതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പോളിസാക്കറൈഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പോളിസാക്കറൈഡ്സ് ആർ polymers of monosaccharide units with high molecular weight held together by glycosidic bond and which is tasteless or non-sugars, also known as glycans. Important functions: structural and storage of energy. Polysaccharides are 2 types. First one, homopolysaccharides and heteropolysaccharides. Okay, homopolysaccharides also known as homoglycans because polysaccharides are also known as glycans. So homopolysaccharides are also known as homoglycans and heteropolysaccharides are also known as heteroglycans. So homopolysaccharides or homoglycans which on hydrolysis yield only a single type of monosaccharide. So homopolysaccharides hydrolyze ചെയ്ത് കഴിഞ്ഞാൽ single type of monosaccharides മാത്രമേ കിട്ടുള്ളൂ. ഈ homopolysaccharides തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഗ്ലൂക്കൻസ് ആൻഡ് ഫ്രക്ടോസൻസ്. ദാറ്റ് ഈസ് ഗ്ലൂക്കൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ് സ്റ്റാർച്ച്, ഡെക്സ്ട്രിന്, ഗ്ലൈക്കോജന്, സെല്ലുലോസ്. ഗ്ലൂക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മാത്രമായിരിക്കും. അതായത് സ്റ്റാർച്ച്, ഡെക്സ്ട്രിന്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇതെല്ലാം മേഡപ്പ് ചെയ്തിട്ടുള്ളത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഇനി ഫ്രക്ടോസൻസ് എക്സാമ്പിൾ ആണ് ഇനുലിൻ. ഇനുലിൻ കമ്പോസ് ചെയ്തിട്ടുള്ളത്
ഫ്രക്ടോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ്. അതിനകത്ത് ഗ്ലൂക്കോസ് ഇല്ല. സോ ഫ്രക്ടോസ് മോളിക്യൂൾസ് മാത്രം ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഫ്രക്ടോസൻസ് ആൻഡ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മാത്രം കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഗ്ലൂക്കൻസ്. Next question. The polysaccharide used in assessing the glomerular filtration rate is option A glycogen, option B agar, option C inulin and option D hyaluronic acid. Okay, നമ്മുടെ കിഡ്നിയുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോളിസാക്കറൈഡ് ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇനുലിൻ ആണ്. Next question. Glucose is a building block for except. So, ഗ്ലൂക്കോസ് അതായത് ഗ്ലൂക്കോസെൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സെപ്റ്റ് ആയിട്ടുള്ള ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്ലൂക്കോസ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ എക്സെപ്റ്റ്. ഓപ്ഷൻ എ സെല്ലുലോസ്, ഓപ്ഷൻ ബി ഇനുലിൻ, ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ഡി സ്റ്റാർച്ച്. ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഉള്ളത്. ഇനുലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രക്ടോസൻ ആണ് അല്ലെ. ബാക്കി വരുന്ന ഓപ്ഷൻ എ സെല്ലുലോസ് ആൻഡ് ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ ആൻഡ് ഓപ്ഷൻ സി ഡി സ്റ്റാർച്ച്, ഇതെല്ലാം മേഡപ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൊണ്ടാണ്. 7th question. Amylose is a constituent of option A cellulose, option B starch, option C glycogen and option D all of the above. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റാർച്ച്. Starch composed of D-glucose units held by alpha 1 to 4 and alpha 1 to 6 glycosidic bond. Okay. So, starch എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് സ്റ്റാർച്ച് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അതിനകത്തുള്ള ബോണ്ടുകൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ആണെന്ന് പറഞ്ഞു. ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സിലുണ്ട്. സോ സ്റ്റാർച്ചിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ടുകൾ ഏതൊക്കെയാണ്? ആൽഫ 1 to 4 glycosidic bond and alpha 1 to 6 glycosidic bonds. Starch consists of two polysaccharide units called alpha amylose and amylopectin. Okay, സ്റ്റാർച്ചിനകത്ത് രണ്ട് ടൈപ്പ് പോളിസാക്കറൈഡ് യൂണിറ്റ്സ് പ്രസന്റ് ആണ്, അമീലോസ് ആൻഡ് അമീലോപെക്റ്റിൻ. സോ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അമീലോസ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് സ്റ്റാർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോളിസാക്കറൈഡ് which is called animal starch is option A glycogen, option B starch, option C inulin and option D dextrin. Your right answer option A glycogen. Glycogen is a polysaccharide of glucose and serve as the form of energy storage in animals. Serve as a form of storage in animals, fungi and yeast. So, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. Glycogen serve as a form of energy storage in animal, fungi and yeast. ഇത് ഓർത്ത് വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ കോൾഡ് ആനിമൽ സ്റ്റാർച്ച്. സോ ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്ന പോളിസാക്കറൈഡ് ആണ് ഗ്ലൈക്കോജൻ. സെർവ് ആസ് എ ഫോം ഓഫ് എനർജി സ്റ്റോറേജ് ഇൻ ആനിമൽസ്. 9th question. Which of the following is not hydrolyzed by alpha amylase? Option A starch, option B glycogen, option C cellulose and option D dextrin. Your right answer option C cellulose. എന്താണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനില്? Which of the following is not hydrolyzed by alpha amylase? Alpha amylase യൂസ് ചെയ്ത് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റാത്ത പോളിസാക്കറൈഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ഡെക്സ്ട്രിൻ ഇതെല്ലാം തന്നെ ആൽഫ അമൈലേസ് യൂസ് ചെയ്തിട്ട് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റും. ആൽഫ അമൈലേസ് എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള എൻസൈം ആണ് ആൽഫ അമൈലേസ് എന്ന് പറയുന്നത്. ഈ ആൽഫ അമൈലേസ് ഡൈജസ്റ്റ് ചെയ്യുന്ന ഏത് ബോണ്ടിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുക? ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ആണ് ആൽഫ അമൈലേസ് എന്ന് പറയുന്നത്. സോ ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ആൻഡ് ഡെക്സ്ട്രിൻ ഇതിനകത്തെല്ലാം പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ which of the following is not hydrolyzed by alpha amylase is cellulose? Because cellulose-നകത്ത് പ്രസന്റ് ആയിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത് ബീറ്റ 1 to 4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. So cellulose most abundant organic substance in plant kingdom.
Cellulose is totally absent in animal body. Okay, so cellulose is most abundant organic substance in plant kingdom. Cellulose is totally absent in animal body. Is composed of glucose units. Glucose units compose ചെയ്തിട്ട് തന്നെയാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, സെല്ലുലോസും ഫോം ചെയ്തിട്ടുള്ളത്. Held together by beta 1 to 4 glycosidic bond. Okay, beta 1 to 4 glycosidic bond ആണ് എന്തിൽ പ്രസന്റ് ആയുള്ളത്, സെല്ലുലോസിൽ പ്രസന്റ് ആയുള്ളത്. ഇത് എന്തിന് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല, ആൽഫ അമൈലേസിന് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ബീറ്റ ബോണ്ട് ആണ് ഇവിടെ ഉള്ളത്. ആൽഫ അമൈലേസ് എന്ത് മാത്രമേ ഹൈഡ്രോളൈസ് ചെയ്യുള്ളൂ, ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ടുകൾ മാത്രമേ ഹൈഡ്രോളൈസ് ചെയ്യുള്ളൂ. 10th question. Glycosaminoglycans are option A disaccharide, option B homoglycans, option C heteroglycans, and option D oligosaccharides. Your right answer, glycosaminoglycans are option C heteroglycans. ഓക്കെ, ഹെറ്ററോഗ്ലൈക്കൻസിനെയാണ് അല്ലെങ്കിൽ ഹെറ്ററോപോളിസാക്രൈഡുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ് എന്ന് പറയുന്നത്. Heteroglycans composed of different types of sugars or monosaccharide. അപ്പൊ ഡിഫറെന്റ് ടൈപ്സിലുള്ള മോണോസാക്രൈഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഹെറ്ററോഗ്ലൈക്കൻസ് അല്ലെങ്കിൽ ഹെറ്ററോപോളിസാക്രൈഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഓൾസോ നോൺ ആസ് ഹെറ്ററോപോളിസാക്രൈഡ്സ്. Next question. Which of the following glycosaminoglycans does not contain uronic acid? Okay, താഴെ കൊടുത്തിട്ടുള്ളതിൽ എല്ലാം തന്നെ ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ് അല്ലെങ്കിൽ ഹെറ്ററോപോളിസാക്രൈഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇതിൽ ഏതിനകത്താണ് യൂറോണിക് ആസിഡ് പ്രസന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ഹയാലറോണിക് ആസിഡ്, ഓപ്ഷൻ ബി കെരാറ്റിൻ സൾഫേറ്റ്, ഓപ്ഷൻ സി ഹെപ്പാരിൻ, ഓപ്ഷൻ ഡി ഹെപ്പാരിൻ സൾഫേറ്റ്. Your right answer, option B keratin sulfate. Okay, important question ആണ്, പല പ്രീവിയസ് ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്. Which of the following glycosaminoglycans does not contain uronic acid? Right answer is keratin sulfate. Keratin sulfate is a sulfated polysaccharide or glycosaminoglycan found in cartilage, cornea, and brain tissues. Okay, keratin sulfate is a sulfated polysaccharide found in cartilage, cornea, and brain tissue. It's characterized by repeating disaccharide units contain N-acetyl glucosamine and galactose, which is sulfate group attached to specific position. Okay, sulfate group present ആയിട്ടുള്ള ഒരു polysaccharide ആണ് keratin sulfate എന്ന് പറയുന്നത്. Keratin sulfate plays crucial roles in maintaining tissue structure and function, particularly in the cornea and cartilage. Next question. Synovial fluid contains which of the following glycosaminoglycans? Option A heparin, option B hyaluronic acid, option C chondroitin sulfate, and option D keratin sulfate. Your right answer, option B hyaluronic acid. Okay, synovial fluid contain which of the following glycosaminoglycan? Right answer, hyaluronic acid. So നമുക്ക് hyaluronic acid is a polysaccharide, is a heteropolysaccharide or glycosaminoglycan. So അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. It's an important glycosaminoglycan, repeating units of derivatives of amino sugars and uronic acid. Okay, hyaluronic acid is an important glycosaminoglycan or heteropolysaccharide, repeating units of derivatives of amino sugars and uronic acid, found in ground substance of synovial fluids of joints, vitreous humor of eye, ground substance in connective tissues, and forms gel around the ovum. Okay, so hyaluronic acid present ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലെ പാർട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ്സ് ഓഫ് ജോയിന്റ്സ്, വിട്രിയസ് ഹ്യൂമർ ഓഫ് ഐ, ground substance in connective tissues, and forms gel around the ovum. And hyaluronic acid serve as a lubricant and shock absorbent in joints. Okay, hyaluronic acid serve as a lubricant and shock absorbent in joints. Next question. Heparin is option A polysaccharide, option B carbohydrate, option C proteoglycan, and option D all of the above. Your right answer,
ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ബിക്കോസ് ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, പോളിസാക്കറൈഡ് ആണ്, ആൻഡ് പ്രോട്ടിയോഗ്ലൈക്കനുമാണ്. മാത്രമല്ല ഹെപ്പാരിൻ ഈസ് ആൻ anticoagulant which prevents blood clotting that occurs in blood, lung, liver, kidney, spleen, etc. Okay, heparin is an anticoagulant which prevents blood clotting that occurs in blood, lung, liver, kidney, spleen, etc. And also heparin is a carbohydrate, polysaccharide, and proteoglycan, which is composed of alternating units of N-sulfur, D-glucosamine 6-sulfate and glucuronate 2-sulfate. Heparin composed of alternating units of N-sulfur, D-glucosamine 6-sulfate and glucuronate 2-sulfate. Next question. What is a glycosidic bond? Option A bond between two amino acids. Option B, a bond between two fatty acids. Option C, a bond between two monosaccharides. Option D, a bond between a nucleotide and a lipid. Your right answer, option C, a bond between two monosaccharides. Okay, അപ്പൊ എന്താണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്? നമ്മൾ ഡൈസാക്കറൈഡ്സ് പഠിച്ചത് മുതൽ തുടങ്ങിയതാണ്. രണ്ട് മോണോസാക്കറൈഡുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. So, a glycosidic bond is a type of covalent bond that joins a carbohydrate molecule to another group, which may or may not be another carbohydrate. Okay, ഒരു കാർബോഹൈഡ്രേറ്റിന് മറ്റൊരു മോളിക്യൂളുമായിട്ട് അനദർ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു ബോണ്ടിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്, വിച്ച് മേ ഓർ മേ നോട്ട് ബി അനദർ കാർബോഹൈഡ്രേറ്റ്. ഇറ്റ്സ് ഫോംഡ് ത്രൂ എ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. സോ ഒരു കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഒരു വാട്ടർ മോളിക്യൂൾസ് റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഫോംഡ് ത്രൂ എ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. These bonds are crucial for creating larger carbohydrate structures like disaccharides and polysaccharides. Okay, so glycosidic bond form ചെയ്യുന്ന സമയത്ത് അവിടെ polysaccharides അല്ലെങ്കിൽ disaccharides പോലുള്ള molecules ആണ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്കതിനെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. മാൾട്ടോസിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ മാൾട്ടോസിന്റെ രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മാൾട്ടോസ് ഫോം ചെയ്യുന്നത്. സോ അതിനിടയിലുള്ള ബോണ്ട് അതാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്പ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ട്. മാൾട്ടോസിലെ രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1-4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. അതായത് ഫസ്റ്റ് ഗ്ലൂക്കോസ് ആറ്റത്തിലെ ഫസ്റ്റ് കാർബൺ ആറ്റവും സെക്കൻഡ് ഗ്ലൂക്കോസ് മോളിക്യൂൾസിലെ ഫോർത്ത് കാർബൺ ആറ്റവും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണെങ്കിൽ ഇത് ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. സോ അതില് ഫസ്റ്റ് ഗ്ലൂക്കോസ് മോളിക്യൂൾസിലെ ഫസ്റ്റ് കാർബൺ ആറ്റവും സെക്കൻഡ് ഗ്ലൂക്കോസ് മോളിക്യൂളിലെ ഫോർത്ത് കാർബൺ ആറ്റവും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ആൽഫ 1-4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് മാൾട്ടോസിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാക്ടോസിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്, ലാക്ടോസ് ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ലാക്ടോസ് ഫോം ചെയ്യുന്നത്. അതിന്റെ ഇടയിലുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ബീറ്റ 1-4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, ഇവിടെ ബീറ്റ ബോണ്ട് ആണ്, ബീറ്റ 1-4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, സൂക്രോസ് ഫോം ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1-β2 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സെല്ലുലോസ്. സെല്ലുലോസ് രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് സെല്ലുലോസ് ഫോം ചെയ്യുന്നത്. ഇവിടെയും ബീറ്റ ബോണ്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ബീറ്റ 1-4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് സെല്ലുലോസിനിടയിൽ പ്രസന്റ് ആയിട്ടുള്ള ബോണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സെല്ലുലോസിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഏതാണ്, സൂക്രോസിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് നമ്മൾ പഠിച്ച സമയത്ത് നേരത്തെ പറഞ്ഞു, സ്റ്റാർച്ചിനകത്ത് രണ്ട് ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അമീലോസും ഉണ്ട്, അതുപോലെ അമീലോ പെക്റ്റിനും ഉണ്ട്. അതായത് അമീലോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
എല്ലാ അമീലോസും അമീലോ പെക്റ്റിനും ഒക്കെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ അമീലോസിനകത്ത് ഇതൊരു അമീലോസ് മോളിക്യൂൾ ആണെങ്കിൽ അതിന് അകത്തുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് തമ്മിൽ ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. എന്നാൽ അമീലോ പെക്റ്റിനകത്ത് വരുന്ന സമയത്ത് അതിനകത്ത് ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ആൽഫ 1 to 6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാവും. ബ്രാഞ്ചിങ് പോയിന്റ്സിലെല്ലാം തന്നെ ഇത് ഒരു അമീലോ പെക്റ്റിൻ ആണെന്ന് ഇമാജിൻ ചെയ്യാം. സോ ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണെങ്കിലും ഈ സ്ട്രെയിറ്റ് ലൈനിൽ കംപ്ലീറ്റ് എന്തായിരിക്കും ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. ഈ ബ്രാഞ്ചിങ് പോയിന്റിൽ ഇവിടെ വരുന്ന ഈ ഒരു സെക്ഷനിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1 to 6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യാൻ കംപ്ലീറ്റ് എന്തായിരിക്കും ഫോം ചെയ്യുക ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഗ്ലൈക്കോജൻ മോളിക്യൂൾ ആണ്. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. സോ നമുക്ക് പ്രോപ്പർ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല, ഭയങ്കര വലിയ സ്ട്രക്ചർ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ്. ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതെല്ലാം തന്നെ എന്താണ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ്. അവിടെ വരുന്ന ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. ഇനി ബ്രാഞ്ചിങ് സെക്ഷൻ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സെക്ഷന് ബ്രാഞ്ചുകൾ ഫോം ചെയ്യുന്നിടത്തെല്ലാം എന്താണുള്ളത് ആൽഫ 1 to 6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സ്റ്റാർച്ചിനെ പോലെ തന്നെ എന്നാൽ ഹൈലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്തിനുള്ളത് ഗ്ലൈക്കോജന് ഉള്ളത്. നെക്സ്റ്റ് ഇനുലിൻ. ഇനുലിൻ ഈസ് എ പോളിമർ ഓഫ് ഡി ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ ഒരു പോളിമർ ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ടുഗദർ ബൈ ബീറ്റ 1 to 2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, ഇനുലിനിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഏതാണ് ബീറ്റ 1 to 2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ MCQs നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.